കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന ഗർഭിണി മരിച്ചു. 7 മാസം ഗർഭിണിയായ പയ്യോളി സ്വദേശി ഷമീമയാണ് മരിച്ചത്. സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി ഷമീയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. കൊയിലാണ്ടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. റിയാസ് കെ ഉണ്ട് വിവരങ്ങളുമായി. റിയാസ്, എന്തായാലും 7 മാസം ഗർഭിണിയായ യുവതിയാണ് മരിച്ചിരിക്കുന്നത്. ഒരു മരണത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണമാണ് ബന്ധുക്കളടക്കം ഉന്നയിക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? വളരെ ദാരുണമായിട്ടുള്ള ഒരു മരണം എന്ന് തന്നെ പറയണം. കാരണം 7 മാസം ഗർഭിണിയായ പയ്യോളി സ്വദേശിനി ഷമീമയാണ് മരിച്ചത്. ഇന്നലെയാണ് ഷമീമ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ഇവർ കഴിഞ്ഞ 1.5 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. 1.5 മാസം മുൻപ് ഇവരുടെ ശരീരത്തിൽ പാടുകളോടെ അബോധാവസ്ഥയിൽ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവരെ ഇങ്ങനെയാക്കിയത് ഭർത്താവ് നവാസ് ആണെന്നാണ് ഷമീമയുടെ സഹോദരൻ ഷാമിൽ പറയുന്നത്. ഈ ഷാമിൽ ഒപ്പം തന്നെ ഷമീമയുടെ മാതാപിതാക്കൾ നേരത്തെ തന്നെ മരിച്ചുപോയതാണ്. പിന്നെ ഈ ഷാമിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തന്റെ സഹോദരിയെ 1 വർഷം മുൻപ് ഈ ഭർത്താവ് നവാസ് ഓട്ടോ ഇടിപ്പിച്ച് കൊല്ലാൻ ഉൾപ്പെടെ ശ്രമിച്ചിരുന്നതായി ഉള്ള ആരോപണങ്ങളും ഷാമിൽ പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഈ ഷമീമയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിലവിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വളരെ ദൗർഭാഗ്യകരമായ ഒരു മരണമാണ്. അതും 7 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു യുവതി മരണപ്പെട്ടിരിക്കുന്നു. ഷമീമ എന്ന് പറയുന്ന പയ്യോളി സ്വദേശിനി മരണപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഭർത്താവിനെതിരെ ഷമീമയുടെ കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ്. റിയാസ്, അതുപോലെ തന്നെ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പരാതിയിൽ മേൽ ചിലപ്പോൾ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് അടക്കം അന്വേഷണം നടത്താനായിരിക്കില്ലേ പോലീസിന്റെ നീക്കം? സ്വാഭാവികമായും ഇത്തരത്തിലൊരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് നിയമപരമായി ആദ്യം സ്വീകരിക്കുന്നത് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുക എന്നുള്ളതാണ്. അതിന് പിന്നാലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അതിൽ എന്താണോ പറയുന്നത് അത്തരത്തിലുള്ള ആ ഒരു മരണകാരണം എന്തായിരിക്കും എന്നുള്ളതാണ്. അതിൽ മർദ്ദനമേറ്റ പാടുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാവുകയാണെങ്കിൽ ഒരുപക്ഷെ അതിന്റെ കാരണം അന്വേഷിച്ചു പോവുകയും അത് ഭർത്താവാണോ അല്ല മറ്റാരെങ്കിലും ആണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കും. നിലവിൽ ഈ ഷമീമയുടെ സഹോദരൻ ഭർത്താവ് നവാസിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവിനെതിരെ അന്വേഷണം നടത്തും. ആ അന്വേഷണം നടത്തി അതിൽ കഴമ്പുണ്ട് എന്ന് കണ്ടാൽ മാത്രമാണ് നിയമപരമായി ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ കഴിയുക. ശരി, വ്യക്തമാണ്. റിയാസ് കെ ആണ് വിവരങ്ങൾ നൽകിയത്.